കുറെ കഷ്ടപ്പെട്ട് വന്നൊരു ഫാമിലി ആയതുകൊണ്ട് ആ ഫാമിലിനെ എങ്ങനെങ്കിലും ഒന്ന് അവരൊരു നല്ല ലൈഫിൽ എത്തിക്കണം. അച്ഛനും അമ്മേനെയും ഏട്ടനെയും ഒരു നല്ലതിൽ എത്തിക്കണം. അച്ഛൻ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 100 വാങ്ങിച്ചു തരാന്നൊക്കെ. ഈ എക്സ്പീരിയൻസ് ക്ലർക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സാം നല്ല രീതിക്ക് എഴുതാൻ പറ്റിയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എക്സാം കിട്ടുമെന്ന്, പക്ഷെ കിട്ടിയില്ല. പിന്നെ റിസർവ് വന്നപ്പോഴാണ് കിട്ടിയത്. ഭയങ്കര സന്തോഷമായി. ഹായ്, എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ കോഴിക്കോട് മുക്ക സ്വദേശിയാണ്. 2021 എൻ്റെ ഡിഗ്രി പാസ് ഔട്ട് ആയത്. കോടഞ്ചേരി ഗവൺമെൻറ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത്. അതിനുശേഷം എൻ്റെ ഒരു സീനിയർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചേർന്നത്. എനിക്ക് പെട്ടെന്നൊരു ജോബായിരുന്നു അന്നത്തെ ലക്ഷ്യം. വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ബാങ്ക് എന്ന് പറഞ്ഞ പ്രൊഫഷൻ ചൂസ് ചെയ്തത്. ഇവിടെ വന്നപ്പം എനിക്ക് സത്യത്തിൽ ഇതിനെക്കുറിച്ച് അത്ര അധികം അറിയില്ലെങ്കിലും ചെറിയ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ ഫ്രണ്ട് കൂടിയാണ് പഠിക്കുന്നത്. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. ശ്രീരാഗ് എൻ്റെ ഫ്രണ്ട്. ഞങ്ങൾ വെച്ചാൽ അവൻ അറിയുന്നത് എനിക്കും ഞാൻ അറിയുന്നത് അവനും പറഞ്ഞു കൊടുത്താണ് പഠിച്ചത്. ഞാനും കൃഷ്ണപ്രിയയും 2021 ഒക്ടോബറിലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ബാങ്ക് കോച്ചിങ്ങിന് വരുമ്പോൾ എന്താ പറയുക, ഒരു എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. കാരണം ചില ആൾക്കാർ വരുമ്പോൾ ചില ആൾക്കാർ 6 മാസം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കി പോകുന്നു, ചില ആൾക്കാർ 1 കൊല്ലം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കി പോകുന്നു. പക്ഷേ നമ്മളെ കാര്യത്തിൽ എപ്പോഴും റിസൾട്ടിനൊരു എന്താ പറയുക, കുറച്ചൊരു സമയം വെയിറ്റിംഗ് പീരീഡ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലൊരു ഫൈറ്റ് ആയിരുന്നു. സത്യത്തിൽ ഫൈറ്റ് വെച്ചാൽ നല്ല രസമായിരുന്നു. ഇപ്പൊ ഇന്ന ദിവസം അവൻ ജയിച്ചു ഞാൻ ജയിച്ചു അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞങ്ങൾ പഠിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പഠിക്കാനൊരു മടി തോന്നിയില്ല. അപ്പം അങ്ങനെ ചടപ്പ് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ നല്ല രീതിക്ക് ഇത്രയും ദിവസം വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. റീസെൻ്റ്ലി 2024 SB ക്ലർക്കിൻ്റെ എക്സാം വന്നു. അപ്പം അതിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പം ഒക്ടോബർ 24 റിസൾട്ട് വന്നപ്പം കിട്ടി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. 24 SB നടന്നു. അപ്പോൾ ഭയങ്കര വേക്കൻസി ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പം അതിനുവേണ്ടി ടീമേറ്റ്സിൽ വന്നപ്പം നമ്മൾ ഭയങ്കര സിസ്റ്റമാറ്റിക്കായി. ആദ്യമൊന്നും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ തുടങ്ങി. ഈ ജേർണി വെച്ചാൽ നമ്മളൊരു ഗ്രാഫ് പറഞ്ഞ പോലെയാ. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് പ്രിലിംസ് ഒക്കെ നമ്മളിങ്ങനെ പഠിച്ച് വരുമ്പം സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പം നമ്മൾ ഇപ്പം കിട്ടും എന്ന് വിചാരിക്കും. പക്ഷേ അതൊരു പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമ്മൾ മെയിൻസിലോട്ട് എത്താൻ ഭയങ്കര പണിയാണ്. അപ്പം നമ്മൾ ഗ്രാഫ് ഹൊറിസോണ്ടലായിട്ട് മാറും. പിന്നെ ആ ഒരു സമയം സ്ട്രഗിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ XB ക്ലർക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സാം നല്ല രീതിക്ക് എഴുതാൻ പറ്റിയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എക്സാം കിട്ടുമെന്ന്, പക്ഷെ കിട്ടിയില്ല. പിന്നെ റിസർവ് വന്നപ്പോഴാണ് കിട്ടിയത്. ഭയങ്കര സന്തോഷമായി. പക്ഷേ എന്നാലും നമ്മൾ രാവിലെ ഹോസ്റ്റലിൽ ഇറങ്ങിക്കഴിഞ്ഞ് രാവിലെ തന്നെ ഇരിക്കും. രാവിലെ ഇരുന്നിട്ട് നമ്മൾ കുറേ സമയം സാധാരണ പത്രം വായിക്കലാണ് ചെയ്യല്. ഒരു 2 hours നമ്മൾ പത്രം ഇരുന്ന് വായിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഏതാ മോക്കെന്ന് ചെയ്യേണ്ടതെന്ന് തലേന്നെ പ്രിപ്പയർഡ് ആയിട്ടാണ് വരല്. എന്നിട്ട് നമ്മൾ ഓരോ മോക്ക് ചെയ്യും. എന്നിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് ഞങ്ങളൊരു വൈകുന്നേരം വരെ പോകും. പിന്നെ രാത്രി നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കും. നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പഠിക്കുന്നത്, എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മറ്റുള്ളവർക്ക് നമുക്കറിയുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്കറിയുന്ന നമുക്ക് കിട്ടുന്നത് അതൊരു ഭയങ്കര ഇതായിരുന്നു ഈ ഗ്രൂപ്പുള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ ഈ കുറേ സമയത്ത് നമ്മൾ ടെൻഷൻ ആകുമ്പോഴും നമ്മൾ വെറീഡ് ആയിട്ട് ഇരിക്കുമ്പോഴും മാർക്ക് കുറയുമ്പോഴും ഈ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള ഈ ഒരു ഗ്യാങ്, ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ആ ഗ്യാങ്ങിൽ നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോൾ തന്നെ ഇതൊക്കെ നമ്മളെ ടെൻഷനൊക്കെ കയ്യിൽ നിന്ന് പോയി കളയും. പിന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി. പിന്നെ വന്ന് വീണ്ടും ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇവിടെ വന്നേരെയാണ് കുറേ അസുഖങ്ങളും ഓരോന്നും നമുക്ക് വരാൻ തുടങ്ങി. ബാലൻസിന്റെ പ്രശ്നമായി, മൈഗ്രെയിൻ ആയി, അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടായി. കുറച്ച് മുമ്പ് എന്നെ കൈ പൊട്ടി. അപ്പോൾ ആ സമയത്ത് നമുക്ക് കറണ്ട് അഫയേഴ്സ് എങ്കിലും പഠിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സാണ് നമുക്കുള്ളത്. എനിക്ക് ബാലൻസിന്റെ പ്രശ്നം വന്ന് ഒരു POയുടെ എക്സാം എഴുതാൻ വന്നപ്പം അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത് ഒരു വാക്കായിരുന്നു, മോളെ നമ്മളെ എക്സാം വിട്ടുകൊടുക്കരുത് ഒരിക്കലും. നമ്മൾ വിട്ടുകൊടുക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ആ സമയം നമ്മൾ തോറ്റു ലൈഫിൽ. അപ്പം നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എനിക്കതാണ് പറയാനുള്ളത്. എന്താ വെച്ചാൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ നമ്മളെ ചുറ്റും ഉണ്ടാവും. കുറേ പ്രശ്നങ്ങൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ സമയത്തൊന്നും നമ്മൾ
ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഉള്ളിലൊരു ഫയർ ഉണ്ടായിരിക്കാം. എൻ്റെ ഫാമിലി ആയിരുന്നു എൻ്റെ ഫയറിൻ്റെ കാരണം. കാരണം കഷ്ടപ്പെട്ട് വന്നൊരു ഫാമിലി ആയതുകൊണ്ട് ആ ഫാമിലീനെ എങ്ങനെയെങ്കിലും ഒന്ന് അവരൊരു നല്ല ലൈഫിൽ എത്തിക്കണം, അച്ഛനും അമ്മേനെയും ഏട്ടനെയും ഒരു നല്ലതിൽ എത്തിക്കണം, ആ ഒരു രീതിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ ഫയർ. അപ്പം നമ്മളൊരു ഫയർ ഉള്ളിൽ വെച്ചിട്ട് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് ആ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമായിരിക്കും ഉണ്ടായിരിക്കുക. ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുമുള്ളവർക്കൊക്കെ ഇങ്ങനെ റിസൾട്ട് കിട്ടി തുടങ്ങി. അപ്പോൾ തോന്നി നമ്മളെ പാത്ത് തെറ്റാണോ, നമ്മൾ ശരിയല്ലേ, ഞാൻ ഒന്നുകൂടി നന്നാവട്ടെ വെച്ചിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഈ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ആദ്യം കണ്ടപ്പോൾ വെച്ചു ഇവരൊക്കെ എന്താ അങ്ങനെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നീട് ടീച്ചേഴ്സിനെ നമുക്ക് ഭയങ്കര പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റി. അവരുടെ തിരക്കിൻ്റെ ഇടയിൽ അവരെങ്ങനെയാണ് നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നതെന്ന് അറിയില്ല. കാരണം നമ്മളൊരു ക്ലാസ്സിന് വന്നിട്ടില്ലെങ്കിൽ എന്തേ ക്ലാസ്സിന് വരാഞ്ഞു, എന്തേ ഇത് ചെയ്യാത്തു, അങ്ങനെ പറയുമ്പോൾ ആ ഒരു ശരിക്കും SBയുടെ മുന്നിൽ ഒരു 2 ആഴ്ച ഭയങ്കര എഫക്റ്റീവായിരുന്നു. കുറേ മെറ്റീരിയൽസ് ആയിരുന്നു. രാത്രി ആകുമ്പോൾ ഈ മെറ്റീരിയൽ സോൾവ് ചെയ്യണം, ടിക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു സമയം നന്നായിട്ട് വർക്ക് ചെയ്തൊരു സമയമായിരുന്നു അത്. അതുകൊണ്ട് ഭയങ്കര എഫക്റ്റീവായിരുന്നു അത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എക്സാം എഴുതാനൊക്കെ. അപ്പം എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ദിവസം ലാബിൽ നിന്ന് ഭയങ്കര ടെൻഷനായിട്ട് എക്സാം എഴുതിയ സമയത്ത് നമ്മളെ മെൻറ്ററായിട്ടുള്ള അമലേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. അമലേട്ട് മോക്ക് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് മെത്തേഡ് എനിക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം ഞാൻ അങ്ങനെ മോക്ക് ചെയ്യാൻ തുടങ്ങിയത്. കൃഷ്ണപ്രിയ ആയിട്ടുള്ള എൻ്റെ ഒരു പരിചയം വെച്ചാൽ 2021 മുതൽക്കാണ്. അപ്പം അവളുടെ ആ ഒരു ജേണി നല്ല രീതിയിൽ കണ്ടൊരാളാണ്. എന്ന് വെച്ചാൽ സീറോ മുതൽ ഇപ്പം ഈ ഒരു SBI ക്ലർക്ക് ക്ലിയർ ആയ ആ ഒരു പീരീഡിൽ മൊത്തം ഞാൻ എന്താ പറയുക അവളുടെ ജേണി ഞാൻ കണ്ടിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ആൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ചെറിയ ചെറിയ ഡൗട്ടുകൾ പോലും അത് കറക്റ്റായിട്ട് ക്ലിയർ ആവാൻ വേണ്ടി നല്ല രീതിയിൽ അവൾ ശ്രമിക്കും. പിന്നെ അവളുടെ ഒരു പ്രിപ്പറേഷൻ നോക്കുമ്പം അവൾ രാവിലെ ഇപ്പം ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകിട്ടൊരു 8 മണി 9 മണി വരെ അവൾ നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം ആസ് എ മെൻറ്ററിനുപരി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അവൾക്ക് ഡിസേർവിങ് ആയിട്ടുള്ളൊരു പോസ്റ്റ് തന്നെയാണ്. പക്ഷെ അത് കുറച്ച് ഇത്രയും ഒരു ഗ്യാപ്പ് എടുത്തു എന്നുള്ളൊരു ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും വളരെ ഹാപ്പിയാണ്. ഓൾ ദ ബെസ്റ്റ് കൃഷ്ണപ്രിയ. എൻ്റെ കയ്യിനൊരു ഡിസ്ലൊക്കേഷൻ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു SBയുടെ ഫസ്റ്റ് റിസൾട്ടിൽ വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത എക്സാം മെയിൻസിൻ്റെ എക്സാം കൂടി കയ്യിൽ നിന്ന് പോവല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നിന്നിരുന്നത്. സങ്കടമായിട്ട് നിന്ന സമയമായിരുന്നു. അന്ന് വൈകുന്നേരം വിചാരിച്ചു എന്തായാലും എന്തെങ്കിലുമൊക്കെ പഠിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ബസ് കയറി വീട്ടിലേക്ക് ഇങ്ങോട്ട് വരികയായിരുന്നു. ആ സമയത്ത് അമലേട്ടൻ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു റിസർവ് ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ, ഇതെങ്ങനെയാണ് നോക്കുക. കാരണം ഓൾറെഡി ഞാൻ ഡൗൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇനി ഈ റിസൾട്ടും പ്രതീക്ഷയില്ല, പക്ഷേ ഈ റിസൾട്ടൂടെ എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് ശ്രീരാഗ് വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ നോക്കിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു നോക്കാൻ എനിക്ക് കിട്ടുന്നില്ല, നമ്പർ തപ്പിയിട്ട് എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും നമ്പർ ഉണ്ട് കയ്യിൽ, പക്ഷെ എൻ്റെ നമ്പർ മാത്രം എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ നമ്പർ അയച്ചു കൊടുത്തു, എങ്ങനെ തപ്പി പിടിച്ച് നമ്പർ അയച്ചു കൊടുത്തു. അപ്പം നമ്പർ അയച്ചു കഴിയുമ്പം റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫുള്ളും കരഞ്ഞു. എന്താണെന്നറിയില്ല, കാരണം ആ തലേന്നത്തെ ദിവസത്തിൻ്റെ സങ്കടമോ അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിൻ്റെ ഒരു ഇതൊക്കെ പാട് എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി. ബസ്സിൽ നിന്ന് ഫുള്ള് കരഞ്ഞു. പിന്നെ ഞാൻ വേഗം ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. എനിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഞാൻ എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചില്ലായിരുന്നു. വീട്ടിൽ എനിക്ക് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നു ഇങ്ങനെ പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ. അങ്ങനെ ഞാൻ ഏട്ടനെ വീട്ടിൽ നിന്ന് ഒരു സ്റ്റോപ്പിലേക്ക് വിളിച്ചു. എനിക്ക് കയ്യിന് വേദന കൂടിയിട്ടുണ്ട്, ജസ്റ്റ് ഈ ഒന്ന് വാ, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന്. അപ്പോൾ ഏട്ടൻ ഭയങ്കര ടെൻഷനായിട്ടാണ് വരുന്നത്. എന്താ പറ്റി, ഇനി അടുത്ത ഏത് ഡോക്ടറെ കാണിക്കണം എന്ന് വെച്ചിട്ടാണ് ഏട്ടൻ തിരിച്ചു വരുന്നത്. ആ സമയത്താണ് ഞാൻ പറഞ്ഞു ജസ്റ്റ് റിസൾട്ട് ഉണ്ടെന്ന്. അപ്പോൾ ഏട്ടൻ എന്താ സന്തോഷം കൊണ്ട് എന്താണെന്ന് പറയേണ്ടതെന്ന് അറിയില്ല. ഏട്ടനെ എന്താ എടുത്ത് പൊക്കുന്നോ എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പം അച്ഛനോട് പറഞ്ഞു എനിക്കിങ്ങനെ അർജൻറ്റായിട്ടൊരു സൈൻ ചെയ്യാനുണ്ട്, നാളേക്ക് എക്സാമിന് കൊടുക്കാനുള്ളതാ, സൈൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു എന്നാൽ ഈ വേഗം വന്നോ. അപ്പം ഞാൻ അച്ഛൻ്റെ ഇതിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ പെണ്ണിങ്ങനെ ടോപ്പ് ഊരിക്കൊണ്ടാണ് നിൽക്കുന്നേ അടുത്ത് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു 100 ബുക്ക് ചെയ്യാൻ സമയമായിട്ടുണ്ട്, നമുക്ക് SBI കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഭയങ്കര ഹാപ്പി. എന്താ അച്ഛൻ അറിയില്ല, കുറേ നേരം അച്ഛനൊന്നും മിണ്ടുന്നില്ല, ഭയങ്കര പിടിച്ചുകൂട്ടിയിട്ടൊന്നും മിണ്ടുന്നില്ല. അപ്പം ഞങ്ങൾ 3 പേരും കൂടി അമ്മേൻ്റെ അടുത്ത് പോയി. അപ്പം അമ്മ വീട്ടിലേക്ക് വീണ്ടും ഇപ്പോൾ പോയിട്ടല്ലേ വീട്ടിൽ നിന്നുള്ളൂ. അപ്പം അമ്മ വിചാരിക്കുന്നത് എനിക്കിനി അടുത്തത് എന്തോ പറ്റിയോന്നോ, ബസ്സിൽ നിന്ന് ഇനി അടുത്ത കാലിനോ കയ്യിനോ എന്തോ പറ്റി വെച്ചിട്ട് അമ്മ വിചാരിക്കുന്നത്. അപ്പം അമ്മ കയറി ചെല്ലുമ്പോൾ എന്താ മോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് SBI കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ ഒരു സമയമുണ്ട്, ആ സമയം ഞങ്ങൾ 4 പേരും കൂടി എന്താ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൂടെ. ഞങ്ങൾ
കുറച്ചു നേരം ഫുള്ള് കരച്ചിലോ, ഭയങ്കര സൈലന്റ് ആയി. കരച്ചിലും ഒക്കെ കേട്ടിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ പോലെ എന്തോ പറ്റിയെന്ന് വെച്ച് ഇങ്ങനെ നിൽക്കുക. പക്ഷേ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഡേ. ഭയങ്കര സന്തോഷം തോന്നി ആ ദിവസം. ഞാനിങ്ങനെ ഓരോ എക്സാം എഴുതി നിൽക്കുമ്പോഴും ഞാനിങ്ങനെ ഭയങ്കര സങ്കടമായിട്ട് ഡൗൺ ആയിട്ടിരിക്കും. അപ്പം ഫാമിലിയിലെ അച്ഛനായാലും ഏട്ടനായാലും എന്നോട് ഒന്നേ പറയാറുള്ളൂ, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനേക്കാളും ഇപ്രാവശ്യം എനിക്ക് ഇത്ര ഇമ്പ്രൂവ് ആയില്ലേ, അത് ആ രീതിക്കാണ് നമ്മൾ ഓരോ എക്സാമിനെ എടുക്കേണ്ടത്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഒരു കൂട്ടം നമ്മളെ മനസ്സിലാക്കുന്ന കുറേ ഫ്രണ്ട്സ് ആയിരുന്നു. കാരണം എൻ്റെ മുഖം മാറിയാലോ അല്ലെങ്കിൽ എനിക്ക് സങ്കടമായാലോ നമ്മളെ മനസ്സിലാക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഏറ്റവും അധികം എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീരാഗാണ്. അത്രയും നമ്മളൊരാൾ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ടായിരുന്നു അവൻ. പഠിക്കാനായാലും എൻ്റെ എന്ത് ഹെൽപ്പിനും നമുക്ക് അത്രയും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ റിസൾട്ടിന് ശരിക്കും ഒരു ഹാഫ് പോർഷൻ ശരിക്കും അവനെ അവകാശപ്പെട്ടതാണ്. പിന്നെ നോക്കുമ്പോൾ നന്ദു ആയാലും ജ്യോതിഷ് ആയാലും വിമലായാലും എല്ലാവരായാലും നമ്മളെ മനസ്സിലാക്കുന്ന കുറേ ഫ്രണ്ട്സുകൾ. ഇപ്പം ഒരു എക്സാം കഴിഞ്ഞു, സാരമില്ല അടുത്തേൽ നോക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നന്ദുവിന് പറയുമ്പം എൻ്റെ കുറേ അസുഖങ്ങൾ ഓർക്കുള്ളതുകൊണ്ടതായിരിക്കും എനിക്ക് എന്ത് വന്നാലും വേഗം പെട്ടെന്ന് നോക്ക് മനസ്സിലാവും ഇതാണ് മറ്റേതാണെന്ന് തിരിയുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സാമിന് പോകുമ്പോൾ ഞാൻ വയ്യാതെ കുറേ എക്സാമിന് പോകണ്ട. അപ്പോൾ നന്ദു ഉള്ളതുകൊണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് വിടാൻ. കാരണം നന്ദുവിന് അറിയായിരുന്നു എന്തായിരുന്നു എൻ്റെ അസുഖങ്ങൾ. അങ്ങനെയായിരുന്നു എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. പിന്നെ ജ്യോതിഷ് ആയാലും ഭയങ്കര മെന്റലി സപ്പോർട്ടാണ്. കിട്ടും ക്ഷമിക്ക്. ശരിക്കും ഈ ഫ്രണ്ട്സ് ഗ്യാങ് ആണ് നമ്മളെത്ര ഡൗൺ ആയാലും നമ്മളെ പിന്നെയും പഠിക്കാനുള്ളൊരു എനർജി നമുക്ക് തരുന്നത് ഈ ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ പഠിക്കുന്ന ആൾക്കാരോട് എന്നോട് പറഞ്ഞാൽ എൻ്റെ ഒരു ജേർണി 4 വർഷത്തെയാണ്. പക്ഷേ എല്ലാവരും ഈ 4 വർഷവും എടുക്കണം എന്ന് ഞാനും പറയുന്നില്ല. ചിലപ്പോൾ ചിലർ 6 മാസം കൊണ്ട് കിട്ടാം, 1 കൊല്ലം കൊണ്ട് കിട്ടാം, എത്ര കൊല്ലം കൊണ്ടും കിട്ടാന്ന്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കുക, ഈ ജോലി കിട്ടിയിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പിക്കുക. പിന്നെ ഒന്നിനും വിട്ടു കൊടുക്കാണ്ടിരിക്കുക, ഫൈറ്റ് ചെയ്യുക, ഉള്ളിലൊരു ഫയർ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളൊരു ഫയർ വെച്ച് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പം നമുക്കൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള സന്തോഷം വെച്ചാൽ അത് പറഞ്ഞഴിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നെ ഈ ജേർണിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ സക്സസ്സിലേക്ക് സഹായിച്ച എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും എന്നെ നന്ദി പറയുന്നു. നന്ദിയല്ല, എൻ്റെ കടപ്പാട്. എന്താ ഒന്നും പറയാനില്ല, അത്രയും അധികം നന്ദി.